ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്നോ ഡ്രോപ്പ്. അപ്പോൾ ഇതിൽ നിന്നൊരു വീഡിയോ ആയിട്ട് എടുക്കണം എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാനത് എൻ്റെ ഡെയിലി റൊട്ടീൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ എന്നാൽ പിന്നെ ഇത് ഒരു വീഡിയോ ആയിട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. വേറൊന്നുമല്ല, എൻ്റെ ഹെയർ കെയറാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ഹെയർ ഓയിൽ ഒക്കെ തീർന്നു. അപ്പം ഞാൻ വീട്ടിൽ തന്നെ എണ്ണ കാച്ചിട്ടാണ് തേക്കുന്നത്. ആഴ്ചയിൽ 2 ദിവസമാണ് തല നനക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ചെറു ഉള്ളിയാണ്, പിന്നെ കറ്റാർ വാഴ, പിന്നെ ഉലുവയും ഫ്ലെക്സീഡും എടുത്തിട്ടുണ്ട്, പിന്നെ തുളസി, ദെൻ കറിവേപ്പില. നേരത്തെ തുളസി പറിക്കുന്നതാട്ടോ നിങ്ങൾ കണ്ടത്. പിന്നെ വെളിച്ചെണ്ണ. ഇത് നല്ല നാടൻ, അതായത് ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിവിടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് അതിൽ ഇടണം. നോർമലി ഞാനിത് എല്ലാം കൂടെ മിക്സിയിൽ അരച്ചതിന് ശേഷമാണ് ഇടുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ മിക്സി ചെറുതായിട്ടൊരു പണി തന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ തന്നെ അങ്ങ് ഇട്ടേക്കാണ്. അപ്പം എണ്ണ ചൂടായിട്ട് കറ്റാർവാഴ അരിഞ്ഞിട്ട് അതിൻ്റെ പൾപ്പ് മാത്രം എടുത്തിട്ടാണ് എണ്ണയിലേക്ക് ചേർക്കുന്നത്. ഇനി ഇത് നല്ലപോലെ മൂക്കണം. നല്ലപോലെ മൂക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴത്തേനും ഇങ്ങനെ ഭയങ്കര പത പോലെ ഇങ്ങനെ വരും. ഇത് തിളച്ച് വരുമ്പോഴത്തേനും ഏതാണ്ട് ഇതുപോലെ ഇങ്ങനെ പത പോലെ ഇങ്ങനെ വരും. അതായത് അതിൻ്റെ ഉള്ളിലെ ജലാംശമാണ് ഇങ്ങനെ വരുന്നത്. അപ്പം ഈ പത പോലെയുള്ളതെല്ലാം മാറി എണ്ണ തെളിഞ്ഞ് ഏതാണ്ട് ഈ പരുവാകുമ്പോഴാണ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. ഗ്യാസ് ഓഫ് ചെയ്ത് ഈ പരുവാണെങ്കിൽ പിന്നെ ഇതിലും ഇരുന്നിട്ട് ഇത് മൂക്കും. അപ്പോൾ കുറച്ചും കൂടെ ഒരു ബ്രൗൺ കളറാകും. പിന്നെ നമുക്കിതിൽ വെള്ളത്തിൻ്റെ എന്തെങ്കിലും അംശം ഉണ്ടോ ഇല്ലയെന്ന് അറിയണമെങ്കിൽ ഈ എണ്ണയിൽ ഒരു ചെറിയൊരു തിരിയോ എന്തെങ്കിലും മുക്കിയിട്ട് നമ്മൾ കത്തിച്ച് നോക്കാം. അപ്പോൾ കത്തിച്ച് നോക്കുമ്പോൾ പൊട്ടുന്നുണ്ടെങ്കിൽ അതിൽ ജലാംശം ഉണ്ടെന്നാണ്. ഭയങ്കര സ്മൂത്തായിട്ടാണ് കത്തുന്നതെങ്കിൽ നമ്മുടെ കാച്ചെണ്ണ ഓക്കെ ആണെന്നാണ്. അപ്പോൾ ഇത് ഞാൻ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞത് തണുക്കാൻ വേണ്ടി വെച്ചേക്കാം. അപ്പോൾ തണുക്കാൻ വേണ്ടി വെക്കുമ്പോഴത്തേനും ഈ ഒരു പരുവത്തിൽ കുറച്ചും കൂടെ ഒരു ഡാർക്ക് ബ്രൗൺ രീതിയിലേക്ക് എല്ലാം കൂടെ മാറും. ഇങ്ങനെയാണ് ഞാൻ എണ്ണ കാച്ചി യൂസ് ചെയ്യണത്. അപ്പോൾ എണ്ണ തല തേക്കണമെന്നൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ എണ്ണ തേച്ച് കുളി കഴിഞ്ഞിട്ടുള്ള എൻ്റെ മുടിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. കാരണം ഇവിടെ ഭയങ്കര ബഹളമൊക്കെ ആയതുകൊണ്ടും തേക്കണമെന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ ഓയിൽ. അപ്പോൾ ബൈ.